ഹൈ ഡിയർ സ്റ്റുഡൻസ്, മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ നമുക്ക് ഒരു ഫസ്റ്റ് മൊഡ്യൂളിൽ തന്നെയുള്ള മറ്റൊരു ഹെഡിലേക്ക് നമ്മൾ ഇന്ന് സംസാരിക്കുകയാണ്. ബിഫോർ ഗോയിങ് ടു ദി ടോപ്പിക്, ഞാൻ ഒരു ചെറിയൊരു മെസ്സേജ് നിങ്ങൾക്ക് കൺവേ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അത് നമ്മുടെ ഒരു സുഹൃത്ത്, നമ്മുടെ ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു കൂട്ടുകാരി, അവർ വളരെ നിസ്സാരമായി ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം, വളരെ എക്സലൻസ് ഉള്ള, നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമായിരിക്കും. ചിലപ്പോൾ അത് വളരെ നിസ്സാരമായിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ എത്ര ശ്രമിച്ചിട്ടും അത് ആ രീതിയിൽ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ അതിൽ അസൂയയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നമ്മളെ കുറിച്ചിട്ട് ആത്മാഭിമാനക്കുറവോ തോന്നുകയല്ല വേണ്ടത്. പകരം നമുക്ക് അത്ഭുതം തോന്നണം. അതിൻ്റെ കാരണം, നിങ്ങൾ നമ്മുടെ കണ്ണാടിയിൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണ് കാണാം, നിങ്ങളുടെ പുരികം കാണാം, നിങ്ങളുടെ മൂക്ക് കാണാം, നിങ്ങളുടെ ചെവി കാണാം, നിങ്ങളുടെ വായ് കാണാം, നിങ്ങളുടെ പല്ലുകൾ കാണാം, നാവ് കാണാം. ഇതെല്ലാം ഒരു 10 ഇഞ്ച് ചതുരത്തിന്റെ ഉള്ളിൽ നിങ്ങളുടെ മുഖത്തുള്ള അതേപോലെ ലോകത്ത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യരുടെ 10 ഇഞ്ച് ചതുരത്തിൽ തന്നെ ഇതേ സ്ഥാനത്ത് കണ്ണുകളും പുരികവും ചെവിയും വായും പല്ലൊക്കെ ഉണ്ടെങ്കിലും നിങ്ങളും അവരും ഒരേ മുഖഭാവത്തിൽ, ഒരേ രൂപഘടനയിലല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ മുഖഛായ ഒരേപോലെയല്ല എന്നുള്ള അത്ഭുതം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടല്ലോ. അതുപോലെ തന്നെയാണ് കഴിവുകളുടെ കാര്യവും. ഇതൊന്നും ഒരാളുടെ കഴിവ് നമുക്കുണ്ടാവണം എന്ന് വിചാരിക്കുന്നത് അയാളുടെ മുഖം എൻ്റെ പോലെ ഇരിക്കണം എന്ന് പറയുന്നത് പോലെയാണ് എന്ന് ആലോചിക്കുക. ഇതൊരു ഞാൻ തുടക്കത്തിന് വേണ്ടിയിട്ട് ഒരു മെസ്സേജ് പറഞ്ഞതേ ഉള്ളൂ, ഞാൻ ദീർഘമായിട്ട് പറയുന്നില്ല. കാര്യത്തിലേക്ക് വരാം. ഇന്ന് നമ്മൾ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസസ് ആണ് പറയാൻ പോകുന്നത്. ഡിഫറൻസസിൽ നമ്മൾ പറയുമ്പോൾ ആദ്യം തന്നെ എന്താണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലൊക്കെയുള്ള ഇൻഫർമേഷനെ നമ്മൾ മാനേജ്മെന്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി, റിക്വയർമെന്റ്സിന് വേണ്ടിയിട്ട് അതിനെ അനലൈസ് ചെയ്യുകയും ഇന്റർപ്രറ്റ് ചെയ്യുകയൊക്കെ ചെയ്ത് അതിനെ ഒരു പുതിയ രൂപമാറ്റം വരുത്തി ഡിസിഷൻ മേക്കിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റുക എന്നുള്ളതാണ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഡിഫറൻസസ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങും. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യമാണ്. എന്താണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ? ഇതിന്റെ ഫസ്റ്റ് ഡിഫറൻസ് തന്നെ ഇത് രണ്ടിന്റെയും ഒബ്ജക്റ്റീവ്സിലുള്ള ഡിഫറൻസ് ആണ്, പർപ്പസിലുള്ള വ്യത്യാസമാണ്. എന്താണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെയും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെയും പർപ്പസുകൾ? നമുക്ക് ആദ്യം ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ പർപ്പസ് എന്തൊക്കെ? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ടു അസർട്ടൈൻ ഓർ ടു റെക്കോർഡ് ദി ഡാറ്റ, അതായത് ഫിനാൻഷ്യൽ മോണിറ്ററി ഡാറ്റ, ആൻഡ് ഫൈൻഡിങ് ഔട്ട് ദ ഓപ്പറേറ്റിംഗ് റിസൾട്ട് ആൻഡ് ഫിനാൻഷ്യൽ പൊസിഷൻ. ഏറ്റവും മിനിമം പറഞ്ഞാൽ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഒരു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ പർപ്പസ്, ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് അതാണ്. മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവ് ഈ ഡാറ്റകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലോ കോസ്റ്റ് അക്കൗണ്ടിങ്ങിലോ ഒക്കെ ഉള്ള ഡാറ്റകളെ നമ്മളുടെ മാനേജീരിയൽ പർപ്പസിന് വേണ്ടിയിട്ട് പ്രോസസ് ചെയ്ത് ഡിസിഷൻ മേക്കിങ്ങിന് സപ്പോർട്ടീവായ രീതിയിൽ അതിനെ കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ പർപ്പസ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനേജ്മെന്റ് അക്കൗണ്ടിങ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലെ ഡാറ്റ നേരെ അനലൈസ് ചെയ്ത് ഇന്റർപ്രറ്റ് ചെയ്ത് ഒരു നിശ്ചിത ഒരു നിശ്ചിത രൂപത്തിലാക്കി മാനേജ്മെന്റിന് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ പറഞ്ഞ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ ചെയ്യുന്നത്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഒബ്ജക്റ്റീവ് ഈ രണ്ട് റിസൾട്ടുകൾ, ഓപ്പറേഷണൽ റിസൾട്ടും ഫിനാൻഷ്യൽ പൊസിഷൻ റിസൾട്ടും കണ്ടെത്തുക എന്നുള്ളതാണെങ്കിൽ, മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങില് ആ മാനേജീരിയൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഡാറ്റ പ്രോസസ്സിംഗ് ആണ്
ഈ പറഞ്ഞ ഡാറ്റകളെ പ്രോസസ് ചെയ്യലാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. ഇതാണ് പർപ്പസുകളിലുള്ള വ്യത്യാസം. ഞാൻ അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. രണ്ടാമത്തെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ പീരിയഡ്സിന്റെ ഇതിന്റെ ടേമുകളിലുള്ള വ്യത്യാസമാണ്. അതായത് നമുക്കറിയാം ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഒരു 1 year ലോങ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതിൽ നമ്മൾ ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത് ഇയർ എൻഡിലാണെങ്കിലും അതിന് വേണ്ടിയിട്ടുള്ള വർക്കുകൾ എന്ത് ചെയ്യുന്നത് ത്രൂ ഔട്ട് ദ ഇയർ ഒരു ലോങ് പീരിയഡ് ആവശ്യമുള്ള കാര്യമാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ പ്രോസസ് എന്ന് പറയുന്നത്. ഒരു ലോങ് പീരിയഡ് ആവശ്യമുള്ളതാണ്. ബട്ട് ഒരു ഷോർട്ട് പീരീഡിലേക്ക് എന്ന് പറഞ്ഞെങ്കിൽ എപ്പോഴാണോ ഇതിന്റെ റിക്വയർമെന്റ്സ് ഉള്ളത് വെച്ചാൽ, എപ്പോഴാണ് ഈ ഡാറ്റ പ്രോസസ് ചെയ്ത് മാനേജ്മെന്റ് ഡിസിഷൻ മേക്കിംഗ് ആവശ്യമുള്ളത് വെച്ചാൽ ആ സമയത്ത് മാത്രമാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് അതിന്റെ വർക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ മാനേജ്മെന്റ് അക്കൗണ്ടിങ് ആ ഡാറ്റ പ്രോസസ് നടത്തുന്നത് ഒരു അസൈൻമെന്റ് റിക്വയർഡ് എന്നുള്ള രീതിയിലാണ്. എപ്പോഴാണോ റിക്വയർമെന്റ് ഉള്ളത് അപ്പൊ ചെയ്യുക. ഈ മറ്റേതിന്റെ പീരീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോങ്ങർ പീരീഡ് ആണ്. ത്രൂ ഔട്ട് എ ഇയർ എന്ത് ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ പ്രോസസ് നടക്കുന്നുണ്ട്. മൂന്നാമത്തെ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലുള്ള ഇൻട്രസ്റ്റഡ് പാർട്ടീസ് രണ്ടിലും ഡിഫറെന്റ് ആണ്. ഈ നമ്മുടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ ഇൻട്രസ്റ്റഡ് പാർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രധാനമായിട്ട് ഇന്റേണൽ പാർട്ടീസും ഉണ്ട്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ എക്സ്റ്റേണൽ പാർട്ടീസ് ആണ്. എന്താണ് എക്സ്റ്റേണൽ പാർട്ടീസ്? ലൈക്ക് പിന്നെ എന്താ പറയുക, ക്രെഡിറ്റേഴ്സ്, ഇൻവെസ്റ്റേഴ്സ്, ബാങ്ക്, ഗവൺമെന്റ്, ഇവർക്കൊക്കെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ ഡാറ്റ ആവശ്യമാണ്. അപ്പോൾ ഡിഫറെന്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ എക്സ്റ്റേണൽ പാർട്ടീസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ ഡാറ്റ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ഡാറ്റയുടെ യൂസേഴ്സ് എന്ന് പറയുന്നത് ഇന്റേണൽ പാർട്ടീസ് മാത്രമാണ്. അഥവാ മാനേജേഴ്സ് മാത്രമാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. മാനേജ്മെന്റിനെ സപ്പോർട്ട് ചെയ്യലാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് നമ്മൾ പറഞ്ഞു. അപ്പൊ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ അതിന്റെ ഇൻട്രസ്റ്റഡ് പാർട്ടീസ് എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നെന്താ പറയാ യൂസേഴ്സ് എന്ന് പറയുന്നത് മാനേജ്മെന്റ് ആണ്, ഓർ മാനേജേഴ്സ് ആണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ഇൻക്ലൂഡിങ് ഇന്റേണൽ പാർട്ടീസ്, എക്സ്റ്റേണൽ പാർട്ടീസ് ആണ് കൂടുതൽ അതിന്റെ യൂസേഴ്സ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതിലുള്ള സബ്ജക്ട് മാറ്റർ ആണ്. സബ്ജക്ട് മാറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ഒരു ഹോൾ ബിസിനസിന്റെ ഡാറ്റയാണ്, അല്ലെങ്കിൽ ഹോൾ ബിസിനസ് ആണ് അതിലുള്ള സബ്ജക്ട് മാറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസിനസിന്റെ ടോട്ടൽ ഫിനാൻഷ്യൽ പിന്നെ ഡാറ്റ അല്ലെങ്കിൽ ഓപ്പറേഷണൽ റിസൾട്ട്, ഫിനാൻഷ്യൽ പൊസിഷൻ, ഇത് ഹോൾ ആണ്. ആസ് എ ഹോൾ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കണ്ടെത്തുന്നത്. ഫിനാൻഷ്യൽ പിന്നെന്താ പറയാ എല്ലാ ഫിനാൻഷ്യൽ ഡാറ്റയും പ്രോസസ് ചെയ്യുന്നത് ആസ് എ ഹോൾ ആയിട്ടാണ്. ഹോൾ കൺസെപ്റ്റ് ആണ് അവിടെ ഉള്ളതെങ്കിൽ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ ശരിക്കും അവിടെ പെർഫോമൻസ്, ഹോൾ ബിസിനസിന്റെ പെർഫോമൻസ് അല്ല, അവിടെ ഡിപ്പാർട്ട്മെന്റ് വൈസ് അനലൈസ് ആണ് നടക്കുക, ഡിവിഷണൽ അനലൈസ് ആണ് നടക്കുക. ഉദാഹരണമായിട്ടുണ്ടെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ എഫക്റ്റീവ്നെസ് എന്തുണ്ട്, അവരുടെ പെർഫോമൻസ് എങ്ങനെയാണ് എന്ന് അനലൈസ് ചെയ്യലൊക്കെയാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ആസ് ഹോൾ ബിസിനസിന്റെ ഒരു കോൺസെപ്റ്റിലല്ല അത് ചെയ്യുക. കാരണം അത് നമ്മളൊരു കൺട്രോളിംഗ് പ്രോസസ്സിന്റെ പോലെ, അല്ലെങ്കിൽ അവിടെ ഒരു അനാലിസിസ് ഒക്കെ നടത്തുന്നത് ഹോൾ ആയിട്ട് നടത്തുമ്പോൾ അതിന് എഫക്റ്റീവ്നെസ് കുറയും. അപ്പൊ അവിടെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിൽ എന്താണ് അവരുടെ പെർഫോമൻസ് എന്നുള്ളതൊക്കെ ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് ശ്രമിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സബ്ജക്ട് മാറ്റർ എന്ന് പറഞ്ഞത് ഒന്ന് ഹോൾ ആണ്, മറ്റേതൊരു പാർട്ടാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡാറ്റയുടെ നാച്ചർ ആണ്. ഈ രണ്ട് അക്കൗണ്ടിങ്ങിലും ഡാറ്റയുടെ നാച്ചർ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ഹിസ്റ്റോറിക്കൽ ഡാറ്റയാണ്, അല്ലെങ്കിൽ പാസ്റ്റ് ഡാറ്റയാണ് അതിൽ ഉപയോഗിക്കുന്നത്. എന്നാൽ ആൾറെഡി ഇൻകർ ചെയ്തിട്ടുള്ള എക്സ്പെൻഡിച്ചർ, ഇൻകം, അതൊക്കെ എന്ത് ചെയ്യുക, റെക്കോർഡ് ചെയ്ത് അതിൽ നിന്നൊരു റിസൾട്ട് ഉണ്ടാക്കുക എന്നാണ്. അതാണ് ആൾറെഡി പാസ്റ്റ് ഡാറ്റയാണ് എന്ത് ചെയ്യുന്നത് ഈ പറഞ്ഞ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ഉപയോഗിക്കുന്നത് എങ്കിൽ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ ഈ ഇതും ടോട്ടൽ അതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും പ്രസന്റ് ഓർ ഫ്യൂച്ചർ ഓറിയന്റഡ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു പ്രസന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിലവിലുള്ള അവസ്ഥകളെ പഠിച്ച് ആ കാര്യങ്ങൾക്ക് വേണ്ടി ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് ആ ഡാറ്റ, മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിലും ഉള്ള ഡാറ്റയൊക്കെ എന്തായിരിക്കും ഫ്യൂച്ചർ പർപ്പസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പ്രസന്റ് പർപ്പസിനോ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ അങ്ങനെയല്ല, ഇത് ഹിസ്റ്റോറിക്കൽ ഡാറ്റയാണ്, പാസ്റ്റ് ഡാറ്റയാണ് ഉപയോഗിക്കുന്നത്. നാച്ചർ ഓഫ് ഡാറ്റയിലുള്ള വ്യത്യാസം. മൂന്നാമത്തത് ഒരു ഡാറ്റയുടെ തന്നെ പ്രിസൈസ്നെസ്സുമായിട്ട് ബന്ധപ്പെട്ടാണ്. എന്ന് പറഞ്ഞാൽ ഡാറ്റ പ്രിസിഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയും. ഡാറ്റ പ്രിസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ആക്യുറേറ്റ് ആയിട്ടുള്ള ഡാറ്റയാണ് ഉപയോഗിക്കുന്നത്. ആക്യുറേറ്റ് ആയിട്ടുള്ള ഡാറ്റ എന്ന് പറഞ്ഞാൽ അവിടെ എസ്റ്റിമേഷനോ അസംഷനോ ഒന്നുമില്ല. എന്ന് പറഞ്ഞാൽ എക്സാക്ട് ഡാറ്റയാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നമ്മൾ ഉപയോഗിക്കുന്നത് എങ്കിൽ, മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ എക്സാക്ട് ഡാറ്റ മാത്രമല്ല, അവിടെ ചില അസംഷൻസും ചില എസ്റ്റിമേഷൻസ് ഒക്കെ നടത്തുന്നുണ്ട്. അത് നമുക്ക് ഫ്യൂച്ചറിൽ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ഓരോ ടൂൾസ് ഉപയോഗിക്കുമ്പോൾ മനസ്സിലാവും എന്തൊക്കെയാണ് നമ്മൾ പിന്നെ എസ്റ്റിമേഷൻ നടത്തുന്നതെന്നൊക്കെ. അപ്പോൾ കുറെ എസ്റ്റിമേഷൻ ഒക്കെ നടത്തുന്ന പിന്നെ അല്ലെങ്കിൽ ഡാറ്റയുടെ അക്യുറസി എന്ന് പറയുന്നത് നമ്മൾ എക്സാക്ട് ആയിട്ടുള്ള ഫിഗേഴ്സും ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സും മാത്രമല്ല, അവിടെ ചില എസ്റ്റിമേഷൻസും കൂടി നടത്തുന്നുണ്ട്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ എന്താണ് എക്സാക്ട് ഫാക്ട് ആൻഡ് ഫിഗേഴ്സ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അടുത്തൊരു ഡിഫറൻസ്, ഏഴാമത്തെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതിൽ ഉപയോഗിക്കുന്ന ടൈപ്പ് ഓഫ് ഡാറ്റയാണ്. ടൈപ്പ് ഓഫ് ഡാറ്റ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ തൊട്ടുമ്പോൾ പറഞ്ഞുമായിട്ട് ചില റിലേഷൻ ഉണ്ട്. അതായത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ മോണിറ്ററി ടേംസിലുള്ള അഥവാ ക്വാണ്ടിറ്റേറ്റീവ് ടൈപ്പ് ഓഫ് ഡാറ്റ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. മോണിറ്ററി ടേംസിൽ നമ്മൾ റെക്കോർഡ് ചെയ്യപ്പെടുന്ന, നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പഠിച്ചിട്ടുണ്ടാവും. ഓൺലി റെക്കോർഡ്സ് ദ ഫിഗേഴ്സ്, ഫാക്ട് ആൻഡ് ഫിഗേഴ്സ് വിച്ച് ആർ കൺവേർട്ടഡ് ഇൻ ടു മോണിറ്ററി ടേംസ് വിച്ച് ഷുഡ് ബി, അത് നമ്മൾ ആ പിന്നെ എന്താ പറയാ ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഡാറ്റ ദാറ്റ് ഷുഡ് ബി മോണിറ്ററി എന്താ പറയാ റെലവൻസ് ഉള്ളതായിരിക്കണം എന്നാണ് നമ്മൾ അവിടെ പഠിച്ചിട്ടുള്ളത്. അപ്പൊ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ അങ്ങനെയല്ല. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയും ബോത്ത് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ ആൻഡ് നോൺ ക്വാണ്ടിറ്റേറ്റീവ്, നോൺ മോണിറ്ററി ടേമിലുള്ള ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഡാറ്റയും എന്ത് ചെയ്യുന്നുണ്ട്, മാനേജ്മെന്റ് അക്കൗണ്ടിൽ ഉപയോഗിക്കുന്നുണ്ട്. മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ ക്വാണ്ടിറ്റേറ്റീവ് മാത്രമല്ല, എന്നാൽ നമ്മൾ പറയുമ്പോൾ മാർക്കറ്റ് കണ്ടീഷനൊക്കെ അവിടെ അനലൈസ് ചെയ്യും. മാർക്കറ്റ് കണ്ടീഷൻ അനലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിൽ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ എംപ്ലോയീസിന്റെ എഫക്റ്റീവ്നെസ് ഒക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഓരോരുത്തരുടെ സ്കില്ലും എബിലിറ്റീസും ഒക്കെ നമ്മൾ അനലൈസ് ചെയ്യാറുണ്ട്. അപ്പൊ അവിടെ ക്വാളിറ്റേറ്റീവ് ഡാറ്റയും കൂടി മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ ഉപയോഗിക്കുന്നുണ്ട്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ഓൺലി മോണിറ്ററി ആസ്പെക്ട്സിലുള്ള കാര്യങ്ങൾ മാത്രമാണ് ഉപയോഗിക്കുന്നത്. അതാണ് ഡാറ്റ ടൈപ്പിലുള്ള അല്ലെങ്കിൽ ഡാറ്റ ടൈപ്പിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി മൂന്ന് കാര്യങ്ങൾ നമ്മൾ ഇതിന്റെ ഒരു എന്താ പറയാ ഒരു ഫോർമൽ ആയിട്ടുള്ള സാധനങ്ങളാണ്. അഥവാ പിന്നെ ഒന്ന് ഇതിന്റെ ലീഗാലിറ്റിയുമായി ബന്ധപ്പെട്ടതാണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റ്യൂട്ടറിലി അല്ലെങ്കിൽ ലീഗലി ദാറ്റ് ഈസ് കമ്പൾസറി എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലുള്ള റെക്കോർഡ്സ് കീപ്പ് ചെയ്യുന്ന എന്താണ്, ലീഗലായിട്ട് കമ്പൽഷൻ ഉള്ളതാണ്. അത് കമ്പനീസ് ആക്ട് ഒക്കെ കൃത്യമായിട്ടുള്ള റിക്വയർമെന്റ്സ് ഉള്ള ഒരു പ്രോസസ്സാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ഉള്ളതെങ്കിൽ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ അതിലൊരു കമ്പൽഷൻ ഇല്ല. മാനേജ്മെന്റിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവർക്ക് മാനേജ്മെന്റ് അക്കൗണ്ടിങ് ചെയ്യാതിരിക്കാം. അത് അവരുടെ ഒരു ഓപ്ഷണലാണ്. മറ്റേ സ്റ്റാറ്റ്യൂട്ടറി ആണ്, ഇത് ഓപ്ഷണലാണ് എന്നാണ് നമ്മൾ പറയുക. നെക്സ്റ്റ് നമ്മൾ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞത് ഇതിന്റെ ഫോർമൽ വേ എന്നുള്ളതാണ്. മാനേജ്മെന്റ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ ഫോർമാലിറ്റീസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ എക്സാക്ട് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസിന്റെ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസും കൺവെൻഷൻസും പ്രാക്ടീസസും ഒക്കെ ഉണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പിന്നെ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ബാലൻസ് ഷീറ്റിന് ഒരു ഫോർമാറ്റ് ഉണ്ട്, ഈ പറഞ്ഞ പ്രൊഫഷണൽ അക്കൗണ്ടിൽ ഫോർമാറ്റ് ഉണ്ട്. അത് അതിൽ റെക്കോർഡ് ചെയ്യുന്നതിന് കൃത്യമായ റൂൾസ് ഉണ്ട്. ഡെബിറ്റ് ക്രെഡിറ്റ് ഒക്കെ ചെയ്യുന്നതിനുള്ള റൂൾസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ആ റൂൾസും റെഗുലേഷൻസ് ഒക്കെ ഫോളോ ചെയ്തൊരു ഫോർമൽ വേയിൽ ആണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ചെയ്യുന്നതെങ്കിൽ മാനേജ്മെന്റ് അക്കൗണ്ടിങ് ദർ ഇസ് നോ ഫോർമാറ്റ്സ്. അവിടെ ദർ ഇസ് നോ പ്രിൻസിപ്പിൾസോ ഫോർമാറ്റ്സോ ഒന്നുമില്ല മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന് എന്നാണ് നമ്മൾ പറയുന്നത്. അത് ലാസ്റ്റ് പിന്നെ നമ്മൾ പറയുന്ന ഡിഫറൻസസ് എന്ന് പറഞ്ഞാല് ഓഡിറ്റിന്റെ റിക്വയർമെന്റ്സ് ആണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ഓഡിറ്റ് നേരത്തെ പറഞ്ഞ പോലെ പബ്ലിക് ഒക്കെ എന്താ പറയാ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ഓഡിറ്റ് ചെയ്യണമെന്നില്ല, ഗവൺമെന്റ് ആവശ്യപ്പെടും, ജനറൽ പബ്ലിക് ആവശ്യപ്പെടും. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ഒരു ഫേമിന്റെ ഫിനാൻഷ്യൽ ഡാറ്റ നിർബന്ധമായിട്ടും ഓഡിറ്റ് ചെയ്യണം. ഒരു പബ്ലിക് ഓഡിറ്ററെ വെച്ചിട്ട് ഓഡിറ്റ് ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ്. നേരെ വെച്ച് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ ഓഡിറ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സേ ഇല്ല. അവിടെ ആ ഒരു കൺസേൺ പ്രോസസ് നടത്തുക എന്നുള്ളത് മാത്രമാണ് മാനേജ്മെന്റിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡാറ്റ പ്രോസസ്സിംഗ് മാത്രമായിട്ടാണ് നടക്കുക. ഇത്രയാണ് നമ്മൾ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസസ് പറയാനുള്ളത്. ഇതിന്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടി പറയാണ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും കോസ്റ്റ് അക്കൗണ്ടിങ്ങും മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസസും ഏറെക്കുറെ
ഇതിന് സമാനമായിട്ടുള്ളത് തന്നെയാണ്. അവിടെ നമ്മൾ വ്യത്യാസം മനസ്സിലാക്കേണ്ടത് കോസ്റ്റ് അക്കൗണ്ടിങ്, ആസ് യു ഓൾറെഡി നോ, ഈ പറഞ്ഞ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് അതിന്റെ പ്രധാനപ്പെട്ട പർപ്പസ് എന്ന് പറയുന്നത് ടു അസർട്ടൈൻ ദ കോസ്റ്റ് ആൻഡ് കൺട്രോൾ ദ കോസ്റ്റ്. അതാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ പർപ്പസ് എന്ന് പറയുന്നത്. മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ പർപ്പസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ്. അപ്പൊ ഇതിലുള്ള പർപ്പസിലുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസമുണ്ട്. അതേപോലെ സ്കോപ്പ് എന്ന് പറയുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിനേക്കാൾ വൈഡർ സ്കോപ്പാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്. പിന്നെ കോസ്റ്റ് അക്കൗണ്ടിങ് ഒരു നാരോ സ്കോപ്പാണ്. കാരണം ഈ മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇൻക്ലൂഡ്സ് കോസ്റ്റ് അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ അതിന്റെ സ്കോപ്പ് വൈഡ് ആണ്. മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ സ്കോപ്പ് നമുക്ക് വേറെ പറയാനുണ്ട്, വൈഡർ സ്കോപ്പ് ഉള്ളതാണ്. കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ ഒരു നാരോ സ്കോപ്പ് മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ കോസ്റ്റ് കൺട്രോൾ ചെയ്യുക, കോസ്റ്റ് അക്സെപ്റ്റൻസ് ചെയ്യുക എന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. അതുപോലെ ഈ പറഞ്ഞ നമ്മൾ നേരത്തെ പറഞ്ഞ ഇതിന്റെ ഡീലിങ്സ് എന്ന് പറയുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ ഡീൽസ് ദാറ്റ് ഡീൽസ് വിത്ത് ദ കോസ്റ്റ് ഓഫ് ദി പ്രൊഡക്റ്റ്, പ്രൊഡക്റ്റിന്റെ കോസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതുമായിട്ട് കൺസേൺ ചെയ്യുന്ന കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നതെങ്കിൽ മാനേജ്മെന്റ് അക്കൗണ്ടിങ് തന്നെ കോസ്റ്റും റവന്യൂവും രണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഡീൽ ചെയ്യുന്നത്. രണ്ടുമായിട്ടും ഡീലിങ്സ് ഉള്ള പിന്നെ കാര്യമാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് തന്നെ. കോസ്റ്റ് മാത്രമല്ല, ബോത്ത് കോസ്റ്റ് ആൻഡ് റവന്യൂ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇത് ഇതിന്റെ ഡിഫറൻസിൽ പെട്ടൊന്നാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നാച്ചുറും ടൈപ്പും ഒക്കെ എല്ലാത്തിന്റെയും ഡാറ്റയുടെ നാച്ചുർ എന്ന് പറയുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ഹിസ്റ്റോറിക്കൽ ആണ്, മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ പിന്നെ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. പിന്നെ ടൈപ്പ് ഓഫ് ഡാറ്റയും അതേ പറഞ്ഞ പോലെ ഇവിടെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ മാത്രമേ ഉപയോഗിക്കുള്ളൂ, മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ ക്വാണ്ടിറ്റേറ്റീവും ക്വാളിറ്റേറ്റീവും ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഈ ഡിഫറൻസസ് ഒക്കെ നമ്മൾ പറഞ്ഞ കോസ്റ്റ് അക്കൗണ്ടിങ്ങും മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങും തമ്മിലും കൂടിയുണ്ട്. അപ്പൊ അതുകൂടി അതൊരു ചെറിയ രണ്ടിന്റെയും ക്വസ്റ്റ്യന്റെ പാറ്റേണ് നമ്മൾ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങും പിന്നെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് കുറച്ചുകൂടി നമ്മൾ വൈഡായിട്ട് മനസ്സിലാക്കി വെക്കണം. നമുക്കൊരു ഷോർട്ട് എസ്സേ ആയിട്ടൊക്കെ അല്ലെങ്കിൽ നമ്മൾ ഒരു എസ്സേയുടെ കൂടെ മറ്റൊരു കാര്യം കൂടി ഉൾപ്പെടുത്തിയിട്ടൊക്കെ ചോദിക്കാവുന്നതാണ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങും മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങും നമ്മളെ ഡിഫറൻസസ് നമ്മളൊരു എന്താ പറയാ, നമ്മളൊരു 2 മാർക്കിനൊക്കെ ഉള്ള ക്വസ്റ്റ്യൻ ആയിട്ടോ അങ്ങനെയൊക്കെയുള്ള അതിന്റെ മിനിമം ഡിഫറൻസ് മനസ്സിലാക്കിയാലും നമുക്ക് ഏറെക്കുറെ ക്ലാരിറ്റി ഉണ്ടാവും. ബാക്കി നമുക്ക് ഇനി അഥവാ ചോദിക്കുകയാണെങ്കിൽ എഴുതാൻ പറ്റും, ഇത് രണ്ടും കമ്പയർ ചെയ്താൽ മതി എന്ന് മാത്രം. ഇത്രയാണ് നമുക്ക് ഇന്ന് പറയാനുള്ളത്.